പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വലിയ പെരുമ്പാമ്പാണ്. ഇത് എടത്വ പള്ളിയുടെ സമീപമുള്ള KSEBയുടെ ഓഫീസിന് സമീപത്തായി പാടത്തിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു കുഴിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരു വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പണിതുകൊണ്ടിരുന്ന ആളുകളാണ് ഇവിടെ ഒരു അനക്കം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആ അനക്കം കണ്ട സ്ഥലത്തേക്ക് അവർ വന്നപ്പോഴാണ് ഇവിടെ ഒരു വലിയ പാമ്പ് ഇവിടെ എന്തിലോ കുരുങ്ങിക്കിടക്കുന്നതായിട്ട് അവർ കണ്ടത്. ഇപ്പോഴേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടനാട്ടിലെ വലിയ ഒരു പാടശേഖരത്തിൻ്റെ, കൃഷി കഴിഞ്ഞ ഒരു പാടശേഖരത്തിൻ്റെ അരികിലുള്ള ഒരു പറമ്പിൻ്റെ വശത്താണ്, ഒരു ചെറിയ ചിറയുടെ സൈഡിലാണ് ഈ പെരുമ്പാമ്പ് ഇപ്പോൾ കിടക്കുന്നത്. കുരുങ്ങി കിടപ്പുണ്ടോ? പ്ലാസ്റ്റിക്കാണ്. കഴുത്തിന് താഴെ പ്ലാസ്റ്റിക്കാ. വളരെ വിദഗ്ധമായിട്ട് സാർ കൊണ്ടുവന്ന കൂട്ടിൽ തന്നെ കയറ്റിയിരിക്കുകയാണ്. സാർ, ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ പെരുമ്പാമ്പാണോ? ഇത് ആണോ? ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഇതിപ്പോ എന്നാ പെരുമ്പാമ്പ്? ഇതിപ്പോ ഏകദേശം എത്ര കിലോ തൂക്കം വരുമായിരിക്കും? ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-25 കിലോ എങ്കിലും കാണുന്ന 25 കിലോയോളം തൂക്കം വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിപ്പം മുട്ടയിടുന്ന ആ ഒരു ഇതാ ആണാണോ പെണ്ണാ അതൊന്നും നമുക്ക് അങ്ങനെ അറിയാം. വെറുതെ ഇതിപ്പോ ആണാണോ പെണ്ണാണോ അങ്ങനൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അറിയാൻ, പുറമേ നിന്ന് അറിയാൻ യാതൊരു വിധമായ ലക്ഷണങ്ങളും ഇന്ന് നമുക്ക് ഇല്ല. പക്ഷെ അതിനെ കണ്ടുപിടിക്കാൻ, ശാസ്ത്രീയമായി കണ്ടുപിടിക്കത്തക്കവണ്ണമുള്ള ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാൻ തക്കവണ്ണം അതിന് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാം. സാറേ, ഞാൻ ഇതിപ്പം സാറിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇതൊരു എന്നെ പോലെ ഒരാൾക്ക് ആദ്യത്തെ ഒരു അറിവാണ്. പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും അതാണാണോ പെണ്ണാണോ എന്നൊക്കെ. അത് വെറുതെ മനുഷ്യരെ കുറച്ച് വിഡ്ഢികളാക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തെ ശാസ്ത്രീയമായിട്ട് യാതൊരു വിധമായ എവിഡൻസുകളില്ല. ഓ ശരി, ഓക്കെ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം ഇത് ആണാന്ന് പറയാം, അല്ലെ പെണ്ണാന്ന് പറയാം. പെണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു പറയുന്നില്ല. അല്ല എടാ ഞാൻ ആണാന്ന് പറയത്തില്ല. തന്നെ കണ്ടു നിൽക്കുന്ന പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു വിധമായ അവബോധങ്ങളുമില്ല. പിന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പിടിച്ച പാമ്പിനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്. അവർ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഇത്തരത്തിൽ ലഭിക്കുന്ന പാമ്പിനെയും അതുപോലെ ഈ പാമ്പുകളുടെ മുട്ടയൊക്കെ അവരെ കുറച്ച് ദിവസങ്ങളിൽ അവരുടെ ഈ സാധനം ഏറ്റെടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നതുവരെയും അവരുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് ഇതിനെ താമസിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പം അതിനുശേഷം അവർ വരുമ്പോൾ കൃത്യമായിട്ട് ഇത് കൈമാറും. ഏതാണേലും പ്രിയപ്പെട്ട സ്നേക്ക് റെസ്ക്യൂവറായ ചാർലി സാറ് വളരെ വിദഗ്ധമായിട്ട് പിടിച്ച പാമ്പിനെ അദ്ദേഹം വന്ന വാഹനത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ ഒരു സർക്കാരിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. സാർ ഏതാണ്ട് ഇതിന്റെ ഉത്തരവാദിത്ത മീൻസ് ഇവിടെ കണ്ട ആളിനോട് ചോദിക്കുകയാണ് എന്താണ് സാർ? അതായത് നമ്മുടെ
കേരളത്തിൽ പ്രമാദമായ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പ്രമാദമായ ഒരു കേസുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മറന്നിട്ടില്ല, ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഉത്തരാക്കൊല കേസ്. എവിടെയാ സംഭവം നടന്നത് അറിയോ? നമ്മുടെ സമീപ ജില്ലയാകുന്ന കൊല്ലം ജില്ലയിൽ അഞ്ചലിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അതിനുശേഷം അവരെ എങ്ങനെയാണ് അവരിൽ നിന്ന് വാങ്ങിച്ചതെന്ന് അറിയത്തില്ല. ഒരു കോബ്രയെ കൊണ്ടാണ് ആ ലേഡിയെ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യിപ്പിച്ച് ആ കോബ്രയുടെ മൂർഖന്റെ കടി കിട്ടിയാണ് അവർ ഡെത്താകാൻ തക്കൊണ്ട് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന ഏതൊരാളും അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നപ്പോൾ ഉടൻ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട്, എനിക്ക് എടത്വ പള്ളിയുടെ സമീപത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു, പെരുമ്പാമ്പാണത് എന്ന് പറയുന്നു. എന്തായാലും ഞാൻ അവിടെ വരെ പോവുകയാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, തിരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ സർപ്പ ആപ്പ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. സർപ്പ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ഇതാണത്. ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന, റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിൻ്റെ അകത്തിൽ ഇൻഫോമറുടെ, അഥവാ ഇതിനെ എവിടെ നിന്നാണ് എടുക്കുന്ന, ഒന്നുകിൽ അതിന്റെ സമീപവാസികളുടെ എങ്കിലും അഡ്രസ്സ്, അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും അതിനകത്ത് മറ്റു വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ഈ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്തു, ഇന്നതാണത്, ഇന്ന പാമ്പാണത് എന്ന് ഞാൻ ഇവിടെ നിന്ന് ബാഗുമായിട്ട് വണ്ടിയിൽ ഇവനെ എടുത്ത് വെക്കുന്നതിന് മുമ്പ് അവർക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ട് അങ്ങ് ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, റെസ്ക്യൂവേഴ്സിന്റെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ഒന്നും വരത്തില്ല. അതാ ഞാൻ ഇതിനെ കൊണ്ടുവന്നിട്ട് മറ്റൊരിടത്തോട്ട് വിടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സംവിധാനം എന്നുള്ളതേ ഉള്ളൂ. അതായത് നിങ്ങളുടെ അഡ്രസ്സ് മേടിക്കുന്ന നിമിത്തം നിങ്ങളെ ആരാണ്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കാനോ കുരിക്കാനോ മറ്റൊന്നുമല്ല. ഇപ്പം ഇത് ഷെഡ്യൂൾ 1-ൽപ്പെട്ട സാധനമാണ്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട ഒരു സാധനത്തിന് അത് എന്ത് തന്നെയായാലും, ഉരകങ്ങളായാലും മറ്റ് പുലി, കടുവ തുടങ്ങിയ ഏതെങ്കിലും മറ്റുള്ള മൃഗങ്ങളായാലും ഷെഡ്യൂൾ 1-ൽപ്പെട്ട ഒരു സാധനത്തിന്റെ വയലേഷൻ, അഥവാ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പിടിക്കുക, ഉപദ്രവിക്കുക. അപ്പോൾ ഇതിനെ സത്യത്തിൽ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ കടന്നത്. ആരോ അതിനെ ഉപദ്രവിച്ചു എന്നുള്ള സത്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനെ പിടിക്കുക, ഉപദ്രവിക്കുക, കൊന്നുകളയുക. ഇതിൽ ഏത് ചെയ്തെന്ന് പറഞ്ഞാൽ ശരി, 4 വർഷം മുതൽ 7 വർഷം വരെ നമ്മൾ അകത്ത് പോകുന്ന ഒരു പ്രത്യേക ശിക്ഷണ നടപടി ഉണ്ടാവും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രകോപന നിമിത്തം ഒരടി അടിച്ചു, ആൾ ചത്തുപോയി, ജയിലിൽ പോയി കഴിഞ്ഞാൽ കാശും സ്വാധീനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 60 ദിവസം കഴിഞ്ഞ് പുറത്തു വരാം. അതല്ല അത്തപ്പാടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു വരാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ സംവിധാനമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റെസ്ക്യൂവേഴ്സിനെ ആരെങ്കിലും നമ്പർ കരുതിക്കൊണ്ട് അവരെ വിളിക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ അറിയിക്കുക. തക്കദേശം എന്നെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല. ഇദ്ദേഹം വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക പദവി എന്ന് പറയുന്നത്, ഞാൻ പാമ്പ് കൊടുത്തക്കാരനല്ല, ഞാൻ സ്നേക്ക് റെസ്ക്യൂമായിട്ട് ലോകം മുഴുവൻ ഓടുന്നയാളല്ല. എന്നാൽ ആരോഗ്യപരമായി പെട്ടെന്നൊരു ഇടപെടൽ നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വന്ന് സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പണം മുടക്കി, നമ്മുടെ സമയം കളഞ്ഞ്, നമ്മുടെ ജീവനെ പണയപ്പെടുത്തി. എനിക്ക് ഭയങ്കര റിസ്ക് അവിടെ നിന്ന് എടുക്കാൻ. ഇച്ചിരൂടെ ആക്റ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ അവൻ കിടന്ന് ബഹളമൊക്കെ വെച്ചേനെ വരും. എന്നാലും അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു കെട്ടുണ്ടായിരുന്നു. അതാരും കെട്ടിയതല്ല, അത് കെട്ടെങ്ങനെയോ വീണത്, അതൊരു പൈപ്പിന്റെ ഏതാണ്ട് പീസിന്റെ അടിയിൽ കയറി പോയതാണ്. അപ്പൊ അത് നമ്മളവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തു. 2 സൈഡും വെള്ളമാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ, 24 hours ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞങ്ങൾ സമയബന്ധിതമായിട്ട് തന്നെ വന്നു. അപ്പം ഇപ്പോൾ ഓർത്തോണം, ശിവപ്രസാദിനോട് പറഞ്ഞു പെട്ടെന്ന് വേണം, ഞാൻ ജോലിക്ക് കഴിഞ്ഞിട്ട് പോകണം. അപ്പം നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇപ്പോൾ എനിക്ക് ഇടത്തുവായിരുന്നൊരു കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ മുൻകൂട്ടി ഇരിക്കുകയല്ല. നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നവുമായിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നവർ തന്നെ. അപ്പം അതിൻ്റെ ഇടയിൽ ആ സമയങ്ങളെ മാറ്റി വെച്ചിട്ട്, ഇന്ന് ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ള തലവേദനയ്ക്ക് ഇച്ചിരി പ്രശ്നമുള്ള, ഞാൻ ഗുളിയെ കഴിച്ചൊന്ന് കിടന്നേച്ച് ഒരു ചായ കുടിച്ചത് അന്നേരമാണ് വിളിക്കുന്നത്. അന്നേരം കൂടി സമയത്തിന് എത്താൻ കഴിഞ്ഞു. നിങ്ങളുടെ പ്രത്യേകമായ സഹകരണത്തിന് നന്ദി. നാളുകളിലായാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള ജീവികൾ ഇവർ ചെയ്യുന്ന ഉപകാരം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ കാട്ടുപന്നിയുടെ ഭയങ്കര ശല്യമാണ്. കാട്ടുപന്നിയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യന് ദോഷം ചെയ്യുന്നത്, പാമ്പാണോ? പറയോ, അറിയാവുന്നവരെന്ന് പറയോ? കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയുടെ അടുത്ത്, കാട്ടുപന്നിയാണെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. എന്ന് കഴിഞ്ഞാൽ അന്നേരം നമ്മളെ കുത്തി കീറി, പിന്നെ വണ്ടാനത്തല്ല കോട്ടയത്ത് പോലും എടുക്കത്തില്ല നമ്മളെ. അതുപോലെ തന്നെ നമ്മുടെ കൃഷി, ഇപ്പൊ കുട്ടനാടാണ് ഇവിടെ, കൃഷി ഉൾപ്പെടെയുള്ളത് നശിപ്പിക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ് കാട്ടുപന്നി. അതിനടുത്തൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല. അത് വളരെ
ഇപ്പൊ തന്നെ കായംകുളത്ത് ഏറ്റവും അവസാനം കായംകുളത്തൊരെണ്ണത്തിനെ വെടിവെച്ചിട്ടിട്ട് പോലും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറെ പോലും ഉപദ്രവിച്ചു അതിനെ റെസ്ക്യൂ ചെയ്യുന്ന സമയം. അപ്പൊ പറഞ്ഞു വന്നത്, ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ തിന്നുകളയുന്ന, അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അപ്പോൾ തന്നെ എലി ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ. ഈ വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കുന്നുണ്ട് 254 പേരാണ് എലിപ്പനി നിമിത്തം മരിച്ചത്. അതേസമയം പാമ്പ് കടിയേറ്റ് മരിച്ചത് വെറും 30 പേരാണ്. അപ്പൊ അതിന്റെ 4/1 പേര് പോലും പാമ്പ് കടിയേറ്റ് മരിക്കുന്നില്ല. കാരണം സമയബന്ധിതമായി ഞങ്ങളുടെ സേവനങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലും ലഭ്യമാണ് എനി ടൈം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ച് അതിനെ ശാസ്ത്രീയമായി തന്നെ റെസ്ക്യൂ ചെയ്ത് അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടത്തക്കവണ്ണമുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. ഈ റിപ്പോർട്ടിംഗ് കൂടെ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞ് ഇനി കൊണ്ടുപോയി മാത്രം മതി. താങ്കളുടെ പേരെന്ന് പറയാമോ? ആന്റണി. ആന്റണി. വീട്ടുപേര് സൈപ്പറമ്പ്. സൈപ്പറമ്പിൽ ഇടത്തുവയിൽ നിന്ന് പിടിച്ച പെരുമ്പാമ്പിനെ സ്നേക്ക് റെസ്ക്യൂറായ ചാർലി സാറ് കൃത്യമായിട്ട് അതിൻ്റെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്.